ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നന്ദകുമാർ വധം. ഗവർണർ ജനറലായിരുന്ന വാറൻ ഹേസ്റ്റിങ്സിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിർദ്ദേശപ്രകാരം നിർദ്ദിഷ്ടവും നിന്ദ്യവുമായ പല നടപടികളും കമ്പനിയുടെ ഭരണകൂടം സ്വീകരിക്കുകയുണ്ടായി. ഇതിൽ ഏറ്റവും പ്രമാദമായത് നന്ദകുമാർ എന്ന ബ്രാഹ്മണനെ കരുതിക്കൂട്ടി വധിച്ചതാണ്. നന്ദകുമാർ മിർ ജാഫറുടെ കാലത്ത് നിയമിതനായ ഒരു മന്ത്രിയായിരുന്നു. ഇംഗ്ലീഷുകാരുടെ കൈകടത്തലിൻ്റെ ഫലമായി മിർ ജാഫറുടെ മരണശേഷം നന്ദകുമാറിനെ ഉദ്യോഗത്തിൽ നിന്ന് പിരിച്ചയച്ചു. അന്നു മുതൽ നന്ദകുമാർ ഇംഗ്ലീഷുകാരുടെ ബദ്ധശത്രുവായിട്ടാണ് പ്രവർത്തിച്ചു പോന്നത്. തൻ്റെ പതനത്തിൽ ഹേസ്റ്റിങ്സിൻ്റെ വ്യക്തിപരമായ കൈയുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ഈ ബ്രാഹ്മണൻ ഗവർണർ ജനറൽ കൈക്കൂലി മേടിക്കുന്നു എന്ന ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചു. ഇതിൽ ക്ഷുഭിതനായ വാറൻ ഹേസ്റ്റിങ്സ് കള്ളയൊപ്പിട്ടു എന്ന പ്രത്യാരോപണം ഉന്നയിച്ച് നന്ദകുമാറിനെ പരമോന്നത കോടതി മുൻപാകെ വിചാരണ ചെയ്യാൻ ഉത്തരവിട്ടു. അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സർ എലിജ ഇംബെ നന്ദകുമാറിനെ വിചാരണ ചെയ്യുകയും കുറ്റക്കാരനാണെന്ന് കണ്ടു വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ചീഫ് ജസ്റ്റിസ് ഇംബെ വാറൻ ഹേസ്റ്റിങ്സിൻ്റെ ഉത്തമ സുഹൃത്തായിരുന്നതിനാൽ ഈ വധശിക്ഷ നൽകിപ്പിക്കുന്നതിൽ ഗവർണർ ജനറൽ അവിഹിതമായി തൻ്റെ വ്യക്തിപരമായ സ്വാധീനം ചെലുത്തിയെന്ന് ഹേസ്റ്റിങ്സിൻ്റെ പ്രതിയോഗികൾ വിശ്വസിക്കുകയും അങ്ങനെ ഒരു കഥ പ്രചരിപ്പിക്കുകയും ചെയ്തു. വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കുറ്റവിചാരണ സമയത്ത് അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങളിലൊന്ന് നന്ദകുമാറിൻ്റെ ഈ കോടതി മൂലമുള്ള വധമായിരുന്നു.